ജാഗ്രതയിൽ ആദ്യം മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നുള്ള വാർത്തയാണ്. അത് ഇന്നലെ ആ വാർത്ത വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. മലപ്പുറത്ത് 19-കാരിയായ ഒരു നവവധു ഭർത്താവിന്റെ കുടുംബത്തിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. ഇപ്പോൾ ഷഹാന മുംതാസിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. കൊണ്ടോട്ടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. CV അനുമോദ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. അനുമോദ്, 19 വയസ്സാണ്. 19 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ജീവിതം തുടങ്ങേണ്ട ഒരു പ്രായമേ ആയുള്ളൂ. അങ്ങനെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ആ ആത്മഹത്യക്ക് പിന്നാലെ കുടുംബം പറയുന്നത് നിറത്തിൻ്റെ പേരിൽ ആ കുട്ടി വളരെ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു, ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെയാണ്. ഉത്രയും വിസ്മയും ഷഹാനയും, അങ്ങനെ ഈ പേരുകൾക്കൊന്നും ഒരു അവസാനം ഉണ്ടാവുന്നില്ല എന്നത് വലിയ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഷഹാനയുടെ കുടുംബം ഇപ്പോൾ പറയുന്നത് എന്താണ്? ഇവർ ഈ കാര്യത്തിൽ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? ശ്രീജ, ഏറ്റവും ദുഃഖകരമായ കാര്യം തന്നെയാണ് ഈ കുട്ടിയുടെ സ്വയം ഉള്ള ജീവനൊടുക്കൽ. കാരണം ജീവിതം തുടങ്ങിയിട്ടില്ല. കുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 1 വർഷം പോലും ആയിട്ടില്ല. കുട്ടിയാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഇനിയും ഒട്ടേറെ മുന്നോട്ട് പോകാനുള്ള കാലം ശേഷിക്കുകയാണ്. എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഷഹാന ഇപ്പോൾ മണ്ണിലേക്ക് മടങ്ങുന്നത്. അതിൻ്റെ ആ കുട്ടി മരിക്കാനുണ്ടായ കാരണങ്ങളാണ്, ഇതൊരു ജീവൻ ഒടുക്കാനുണ്ടായ കാരണങ്ങളാണ് അതിലേറെ വിഷമിപ്പിക്കുന്നത്. കാരണം ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഉണ്ടായ അവഹേളനം, അതും ഈ ഒരു കാലത്ത് നിറത്തിൻ്റെ പേരിലും കുട്ടിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന പേരിലൊക്കെ നടത്തുന്ന അവഹേളനങ്ങൾ ആ കുഞ്ഞിനെ കളഞ്ഞു. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ഒരു ഘട്ടത്തിൽ ആ കുട്ടി ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. എന്നാലും വീട്ടുകാർ അതീവ ദുഃഖാർത്തരാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല സാധാരണക്കാരായ കുടുംബം, ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി ഈ നിയമപരമായിട്ടുള്ള സഹായം സമൂഹം അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ മൊബൈൽ ഫോണിൽ ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളും മറ്റുമൊക്കെ ഉണ്ട് എന്നാണ് അറിയുന്നത്. ഇതെല്ലാം പോലീസിന്റെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിൽ പോലീസിന്റെ ഭാഗത്തിന് നടപടി എന്നുള്ളതാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ പള്ളിയിലെ പരിസരത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പ്രദേശത്തെ കൗൺസിലർ കൂടിയായ ശ്രീ ബാബു നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ഇക്ക, അങ്ങയുടെ വാർഡിലാണ് ഇപ്പോൾ എന്റെ ഭാര്യയാണ് മനസ്സിലായത്. എന്താണ് ഇതിന്റെ ഈ ഒരു കുട്ടി ജീവനെടുക്കാൻ മാത്രമുള്ള കാരണങ്ങൾ? കൂടുതലൊന്നും അറിയില്ല. നമുക്ക് ഇങ്ങനെ പുറത്ത് കേട്ടുള്ള വിവരം മാത്രമേ ഉള്ളൂ. നിറത്തിന്റെ ഇതിന്റെയൊക്കെ പേരിൽ പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. അത്രേ അറിയണം. എന്താണ് കുടുംബത്തോട് സംസാരിക്കാൻ പറ്റിയത്? ഈ സാഹചര്യത്തിൽ സംസാരിക്കാൻ പറ്റിയൊരു ഇതല്ലല്ലോ. അവിടുന്ന് കേട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എടുത്തിട്ട് എന്താണെങ്കിലും എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സഹായങ്ങളാണ് ഈ കുടുംബത്തിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുക? ഈ നിയമ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാണോ അതിന് വേണ്ട കാര്യങ്ങൾ അതിൽ ചെയ്യാം. അപ്പോൾ ഈ ഇവിടെ ഖബറടക്കത്തിന്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയാവുകയാണ്. നമുക്ക് പലരും അതിൻ്റെതായ തിരക്കിലാണ്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു തുടങ്ങുന്നു. അവസാനത്തേക്ക് എത്തി. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള എന്തെങ്കിലും അവരിന്നലെ വന്നിരുന്നു, മൊഴിയൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നീങ്ങുന്നുള്ളൂ. റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങളായിട്ട് കിട്ടും. ഈ ശബ്ദ സന്ദേശങ്ങളെ കുട്ടിയുടെ ഫോണിലുള്ളതൊക്കെ അതൊക്കെ പോലീസിന്റെ കൈമാറിയിട്ടുണ്ട്. പോലീസിന് 2 ഫോണുണ്ട്. 2 ഫോണും പോലീസ് അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ അവർ റൂം പരിശോധിച്ചിട്ടൊന്നുമില്ല. റൂം അവർ റൂം അവർ അടച്ചുപൂട്ടി ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അത് ഇന്ന് വൈകി ഒന്ന് കുറച്ച് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അവർ വരാൻ സാധ്യതയുണ്ട്.
പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളോട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പോലീസിനെ അറിയിച്ചതിന് ശേഷം എന്താണ് നമ്മളത് നിങ്ങളെ അറിയിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ അവർ പോലീസിന് കൊടുത്തതിന് ശേഷമാണ് നിങ്ങളെ അറിയിക്കേണ്ടത്. നമ്മൾ അറിയിക്കാം തീർച്ചയായിട്ടും. തിരക്കിന്ന് കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കാം. തീർച്ചയായും ശ്രീജ, അതാണ് ശരിയാണ് മോദി. ഇവിടെയുള്ള ഈ സാഹചര്യം. സമയമാണ് ഇവിടെ അവിടെ ഖബറടക്ക സംസ്കാര ചടങ്ങുകൾ ചടങ്ങുകൾ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. പക്ഷേ ഇത് ഈ കുട്ടിയുടെ 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്തായാലും ആ കാരണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് പുറത്തു കൊണ്ടുവരാൻ അവരുടെ കയ്യിലുള്ള തെളിവുകൾക്കും അത് അന്വേഷിച്ച് സ്ഥിരീകരിക്കാൻ പോലീസിനും കഴിയട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കാം. 19 വയസ്സാണ്, ജീവിതം തുടങ്ങിയ ഒരു പെൺകുട്ടിയാണ് ഇന്നലെ ജീവൻ അവസാനിപ്പിച്ചത്.